കെവിൻ സാർ അവസാനം മെസ്സി ഇന്ത്യയിലെത്തി പന്ത് തട്ടി. റിപ്പോർട്ടർ ടിവിയുടെ വിജയമാണത് എന്നാണ് ഞാൻ കാണുന്നത്. കാരണം മെസ്സി ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഇത്രത്തോളം കഷ്ടപ്പെട്ട മറ്റൊരാളില്ല. ഇപ്പോൾ വെറുതെ നമ്മുടെ ആൻഡോ സാറിനെ ഒരുപാട് പേര് ട്രോളുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിലല്ലാതെ ഹൈദരാബാദിലോ ബോംബെയിലോ എങ്ങനെ ഇവിടെ എത്തിയിട്ട് പോകാമെന്ന്. അപ്പോൾ രോഹിതം കാര്യങ്ങളൊന്നും അറിയില്ലേ? മെസ്സിയോ അർജന്റീനയോ ഒന്നും ചിന്തിക്കേ വേണ്ട എന്ന് ആൻഡോ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡോ സാറിന്റെ സമ്മതത്തോടായിരിക്കും എത്തി, അല്ലെങ്കിൽ എത്താൻ പറ്റില്ലല്ലോ. അല്ല, കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അതായത് ആദ്യഘട്ടം എന്ന നിലയിൽ മെസ്സിക്കെതിരെയും അർജന്റീന ടീമിനെതിരെയും കളമശ്ശേരി പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആൻഡോ അഗസ്റ്റിൻ അറിഞ്ഞില്ല? ഇല്ല. റിപ്പോർട്ടർ TV, അതായത് പ്രധാനപ്പെട്ട സ്പോൺസർ ഇത്തരത്തിൽ കളമശ്ശേരി പോലീസിൽ ഒരു പരാതി നൽകിയിരിക്കുന്നു. മെസ്സിയുടെ മൊഴി അല്ലെങ്കിൽ മെസ്സിയുടെ മൊഴി ഓൺലൈനിലായിട്ട് രേഖപ്പെടുത്തും. അതിൽ നിന്ന് സ്പാനിഷില് അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയുടെ സഹായം തേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, എല്ലാവരും മാറി നിന്നപ്പോൾ രാഹുൽ ഗാന്ധി സ്പാനിഷ് ഭാഷയിൽ മെസ്സിയുമായി സംസാരിക്കുന്ന വീഡിയോ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് മൊഴി എടുപ്പിക്കാനാണ് കേരള പോലീസ് നീക്കം നടത്തുന്നത്. മറ്റൊരു കാര്യം, ഹൈക്കോടതിയിൽ ഹർജി നൽകുകയാണ്. കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകുകയാണ്. മെസ്സിയും അതേപോലെ തന്നെ അർജന്റീന ടീമും കേരളത്തോടും റിപ്പോർട്ടർ ടിവിയോടും ചെയ്ത വിശ്വാസവഞ്ചനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പിഴ അടയ്ക്കണമെന്നും പറഞ്ഞ്. അപ്പോൾ മെസ്സിയും അർജന്റീന ടീമും ഇന്ത്യയിൽ വരേണ്ടി വരും. ഇന്ത്യയിൽ വന്ന് ഹൈക്കോടതിയിൽ അല്ല, ഒന്നും കൂടി വരേണ്ടി വരും കേരളത്തിൽ. അങ്ങനെ കേരളത്തിൽ എത്തിക്കാനായിരിക്കും. അതെ, കേരളത്തിൽ കൊണ്ടുവരാന്നേ പറഞ്ഞോളൂ. കേരളത്തിൽ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കൂട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം ദിലീപിന്റെ കേസിൽ അവരുടെ ചാനൽ തന്നെ പറഞ്ഞില്ലേ, അതാ 8 പ്രതികളും കൂട്ടിലേക്ക് കയറുന്നു. അതേപോലെ മെസ്സിയും അർജന്റീന ടീമിലെ 8 അംഗങ്ങൾ കയറുന്നു. ഫിഫയുടെ വേണ്ടി വരും. മറ്റേ മ്യൂസിക് ഒക്കെ ഉണ്ട്. മറ്റേ അഗസ്റ്റിൻ ബ്രദേഴ്സിന്റെ പേരിൽ മ്യൂസിക് ഒക്കെ ഇട്ടായിരിക്കും ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവര് മെസ്സിയെയും ഫിഫയുടെ ഉദ്യോഗസ്ഥരെയും അർജന്റീനയുടെ ആളുകളൊക്കെ കൂട്ടിക്കയറ്റി നിർത്തി വാദിക്കും ഹൈക്കോടതിയിൽ. അപ്പൊ അങ്ങനെയെങ്കിലും മെസ്സിക്ക് കേരളത്തിലെത്താൻ പറ്റും. പക്ഷെ അപ്പം എനിക്ക് സംശയമുണ്ട്, മറ്റേ എടപ്പാളും ഇങ്ങോട്ടും കണ്ടെന്തോ വലിയൊരു റാലി ഒക്കെ ഉണ്ടായിരുന്നല്ലോ കോഴിക്കോട്. അത് അതിന് ശേഷമായിരിക്കും. പിന്നെ മെസ്സി സ്വീകരിക്കുന്നതിന് മുന്നിൽ പോലീസ് വാഹനങ്ങൾ, പിന്നെ റിപ്പോർട്ടർ സംഘം, അതിന്റെ പിന്നിൽ റിപ്പോർട്ടർ ചെയർമാൻ അല്ല MD, അതിന്റെ പിന്നിൽ മെസ്സിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനം, പിന്നെ ഹെലികോപ്റ്റർ ഉണ്ടാവും. ഹെലികോപ്റ്റർ 4 പുഷ്പവൃഷ്ടി. ഹൈക്കോടതിയുടെ മുന്നിലായിരിക്കും. പിന്നെ എന്തായാലും ഫ്ലൈറ്റിലായിരിക്കുമല്ലോ വരുന്നത്. ഫ്ലൈറ്റിലാവുമ്പോൾ വരും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കാനായിട്ട് മണിയാശാൻ, AK ബാലൻ, വിജയരാഘവൻ തുടങ്ങിയ ഒരു മികച്ച പാനലിനെ തന്നെ റിപ്പോർട്ടർ TV അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കായിക മന്ത്രിയെ കൂടെ വിളിക്കുന്നത് അബ്ദുൾ റഹ്മാൻ വിളിക്കും. പുള്ളിയെക്കാലം 5 വർഷമായിട്ട് ഒരു ശല്യം ഇല്ലാതെ സൈഡിൽ കൂടെ ഇങ്ങനെ മന്ത്രി ഉണ്ടെന്ന് പോലും അറിയാതെ പൊക്കോട്ടിരുന്ന പാവത്തെയും പിടിച്ച് കയറലാക്കി കളഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയ പാനലിനെയാണ് സ്വീകരിക്കാൻ. മണിയാശാന് ഈ ഇടുക്കിയിൽ നിന്ന് കൃത്യമായി സ്പാനിഷ് ഭാഷയിൽ സംസാരിക്കാൻ അറിയാവുന്ന റിപ്പോർട്ട്. സ്പാനിഷ് നാടൻ ഭാഷ. അതെ, നാടൻ ഭാഷ. ആ നാടൻ പ്രയോഗങ്ങൾ മെസ്സി നാണിച്ച് തല കുനിക്കുമെന്നാണ് പറയുന്നത്. മെസ്സിക്കെതിരെ ലൈംഗികാരോപണം അറിഞ്ഞില്ലേ? മെസ്സിക്കെതിരെ, അതായത് മലയാളത്തിലെ പ്രമുഖ ഏതെങ്കിലും നടിയുമായി മെസ്സിക്ക് ബന്ധമുണ്ടെന്നുള്ള വാർത്ത റിപ്പോർട്ടർ വന്നാലും അതിശയിക്കേണ്ടതില്ല. അങ്ങനെ മെസ്സിയെ ഏത് വിധേനയും നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മെസ്സി റിപ്പോർട്ടർ TVയുടെ മറ്റേ ലോഞ്ചിൽ വന്നിരുന്നിട്ട് പ്രധാനപ്പെട്ട സ്പോൺസറിൻ്റെ അടുത്ത് പറയണം, അങ്ങയുടെ ചെയ്ത തെറ്റിന് മാപ്പ്, ഞാൻ ഇവിടെ പന്ത് തട്ടിക്കൊള്ളാമെന്നുള്ളത്. അല്ല, മെസ്സി ഇന്ത്യയിൽ വരുമെന്ന് പറഞ്ഞു വന്നതാ ഇവിടെ രേവന്ത് റെഡ്ഡിയായിട്ട് ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ കണ്ടു. വേറൊരു കാര്യം അറിഞ്ഞില്ലേ, ഇന്ത്യയിൽ മെസ്സി വന്നപ്പോൾ മെസ്സി രാഹുൽ ഗാന്ധിയെ കണ്ടെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിണങ്ങിപ്പോയി. മെസ്സി വന്നതിന്റെ പേര് ആരൊക്കെയാ പിണങ്ങും? ആൻഡോ പിണങ്ങി, പിന്നെ സാറ് നരേന്ദ്രമോദി സാറ് പിണങ്ങി, അരുൺ സാറ് പിണങ്ങി, സ്മൃതി പരുത്തിക്കാടും സുജയ പാർവതിയും പിണങ്ങിയെന്ന് അറിയത്തില്ല. ഇല്ല. പിന്നെ അതേപോലെ മെസ്സിയുടെ ഭാഗമായി ഇവിടെയൊക്കെ വരുമ്പോഴേ, അതായത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നതല്ല, ഈ പ്രധാനമന്ത്രി ഏത് ഭാഷയിൽ സംസാരിക്കുക, അത് ഈഗോ അടിച്ചു കാണും. അതായത് പണ്ട് ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് സിറിയയിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ പാർട്ടി നോക്കുന്നില്ല എന്ന് പറഞ്ഞ് കളിയാക്കി വരാം. നമ്മൾ ഇത്രയും നേരം തമാശയൊക്കെ പറഞ്ഞെങ്കിലും മെസ്സി വന്ന വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ക്രൗഡിനെ ചേർത്ത് നിർത്തിയിട്ട് രാഹുൽ ഗാന്ധി മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ജനാധിപത്യത്തിന് ഭൂഷണമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഒരുപക്ഷെ ഇത്രയും മാധ്യമങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ TV മെയിൻ സ്പോൺസർ എന്തായാലും പണം അടച്ചിട്ടുണ്ടാവും, അടയ്ക്കാതിരിക്കുമൊന്നുമില്ല. അത് തെളിവുകളൊന്നും ഒരു പുറത്തു പണം അടച്ചിട്ടുണ്ടാവും. വെറുതെ വന്ന് കലൂർ സ്റ്റേഡിയത്തിന് ഇത്രയും പൈസ മുടക്കാനൊന്നും ആൻഡോയ്ക്ക് വേറെ ചിന്തകളൊന്നുമില്ല. ലോസ് ആയിക്കണം കുറേ പൈസ. പക്ഷെ എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളത് ഒരു വല്ലാത്ത ചോദ്യമാണ്. ഒരുപാട് കായിക പ്രേമികൾക്ക്
പക്ഷെ ഇവിടെ പറ്റിപ്പോയെന്നറിയോ, തുടക്കം മുതൽ ഇതിൽ ഇവരുടെ ഒരു അഹങ്കാര മനോഭാവം ഉണ്ടായിരുന്നു. ഇവരുടെ റീലുകൾ അങ്ങനെ 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 എനിക്ക് തോന്നുന്നത് ഇവർ പറയുന്നത് ഇവിടുന്ന് കുറെ പേര് മെയിൽ അയച്ചു അതുകൊണ്ടൊക്കെയാണ് എന്നുള്ളതാണ്. കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മെസ്സി കേരളത്തിൽ വന്നിരുന്നെങ്കിൽ ഫുട്ബോളിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് പേർക്ക് സന്തോഷം. പക്ഷെ ആദ്യം കുറെ റേറ്റുകളൊക്കെ പുറത്തു വിട്ടായിരുന്നു, കോടി ലക്ഷം എന്നൊക്കെ. അതൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ വരാതിരിക്കുന്നതാണ് നല്ലത്. അതല്ലാതെ സാധാരണക്കാരൻ എങ്ങനെയാണ് മെസ്സിയെ കാണുന്നത്? അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ ആന്റെ മുതലാളി ഉറങ്ങാൻ സാധ്യത കുറവാണ്. അതെ. പക്ഷെ ഈ പൈസ പുള്ളിക്ക് തിരിച്ചു കൊടുക്കും. അവര് തിരിച്ചു കൊടുക്കാൻ സാധ്യത ഇല്ലെന്നാണ് തോന്നുന്നത്. അത് മോശമല്ല. അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കണം. എവിടെ കൊടുക്കും? ഇന്റർനാഷണൽ കോടതി വല്ലതും ഉണ്ടോ? ഇന്റർനാഷണൽ കോടതിയാണ്. അല്ല, അതാ പറഞ്ഞ മെസ്സി ഹൈക്കോടതിയിൽ വന്ന് നിൽക്കേണ്ടി വരും. നീ ചുമ്മാ കളിയാക്കാൻ വേണ്ടി പറഞ്ഞാൽ നടക്കത്തില്ല. അല്ല, ഹണിയം വർഗീസിനെതിരെ പരാതി വന്നു. പൈസ കൊടുത്തേക്കുന്ന അവിടെ വെച്ചിട്ടാണ് ഇവിടുന്നാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇവിടുന്നാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. ഇത് ഏത് മാർഗം വഴിയാണെന്ന് അറിയാൻ കഴിയില്ല. IMBS വഴി അയച്ചത്. നെഫ്റ്റ് ആയിരിക്കും. 121 കോടി എന്നൊക്കെയാ കേൾക്കുന്നത്. ഗൂഗിൾ പേ പോകില്ല എന്തായാലും. ഇല്ല 10 ദിവസം 10 ഒരു വർഷം എടുത്താലും 121 കോടി ഒന്നും അയക്കാൻ പറ്റില്ല. എന്നാൽ ഇവർക്ക് ഇത് എന്താ പറ്റിയേ? അല്ല, ഇനിയിപ്പോ ഈ മെസ്സി എന്തിന് ഹൈദരാബാദിലെത്തി, ബോംബെയിലെത്തി എന്ന ചോദ്യത്തിലൊക്കെ ആരുത്തരം പറയും? അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചിരുന്ന കുറ്റിക്കാട്ടിലൂടെ നടത്തിയതുപോലെ ദിലീപിന്റെ അടുക്കളപ്പുറത്തൂടെയും കക്കൂസിന്റെ വാതിലിന്റെ അകത്തൂടെയൊക്കെ പോയ ഡ്രോൺ പോലെ മെസ്സിയുടെ വീടിന്റെ മുകളിൽ കൂടെ ഒരു ഡ്രോൺ ഇപ്പൊ 4 ഭാഗിനും പറക്കുന്നുണ്ടാവും. മെസ്സി എന്ത് ചെയ്യുന്നു നിരീക്ഷിക്കാൻ. എന്നാലും കേരളത്തിന് ഭയങ്കര നഷ്ടമായി പോയി. അതെ, തീർച്ചയായിട്ടും. കേരളത്തിൽ ഇത്രയും നല്ലത് മാത്രം വിചാരിച്ചുകൊണ്ട് ഒരു മുതലാളി പൈസ മുടക്കാൻ തയ്യാറായിട്ട്. അല്ല, ഞാൻ ഈ മെസ്സിക്ക് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് വെച്ച് പാൾ ബർബറാണോ ആരോ ഒരു സംഗീതത്തിന് ഇടയ്ക്ക് കൊച്ചിയിൽ ഒരു വലിയ സംഗീത നിശ സംഘടിപ്പിച്ചു. അല്ല, സംഗീത സംവിധായകൻ ഒരു സംഗീതത്തിന്റെ പേരെന്താണ്? ജസ്റ്റിൻ ബീബറോ? ഇടയ്ക്ക് അല്ല, കൊച്ചിയിലൊരാൾ വന്നിരുന്നല്ലോ, ഒരു സംഗീതജ്ഞൻ. അപ്പം ആ സദസ്സിൽ വെച്ചിട്ട് കുറെ പേരുടെ ഫോൺ അടിച്ചുകൊണ്ട് പോയായിരുന്നു. ഒരു 10-100 ഫോണുകളടക്കം അടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പിറ്റേന്ന് രാവിലെ എണീറ്റ് റിപ്പോർട്ട് ചെയ്തതാണ്. കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഒരു ബാർബറാണ്, അദ്ദേഹത്തിൻ്റെ മൊഴി ഓൺലൈനിൽ രേഖപ്പെടുത്തുമെന്ന്. അതേപോലെ പറഞ്ഞതുപോലെയാണ് ഇത്തരത്തിൽ മെസ്സിയുടെ മൊഴി. കേസ് കൊടുത്താൽ പോലീസ് വിടും, കേരള പോലീസ് വിടും. കേസ് കൊടുത്താൽ പിന്നെ പ്രതിയായിട്ട് ആരോപിക്കപ്പെടുന്ന ആളുടെ മൊഴി രേഖപ്പെടുത്തണ്ടേ? അതെ. എന്ത് ചെയ്യാൻ പറ്റും? അതിജീവിതം ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ പുറത്ത് വിടാൻ പറ്റില്ല. അതിജീവിതം ആയതുകൊണ്ട് ഫോട്ടോ പുറത്ത് വിടാം. 121 കോടി രൂപയും മേടിച്ച് തട്ടിച്ചിട്ട് കേരളത്തെ പറ്റിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചോ? കാര്യം നമുക്ക് റിപ്പോർട്ടർ ടിവിയോട് പൊളിറ്റിക്കലി അല്ലെങ്കിൽ ബാക്കിയുള്ള എതിർപ്പൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ള ശ്രീകണ്ഠൻ നായർ പോലും ഇയാളോട് നിൽക്കും, ഇവരോട് നിൽക്കും. കാരണം മലയാളിയെ പറ്റിച്ചിട്ട് മെസ്സി അങ്ങനെ വലിയ ആളാവുകയൊന്നും വേണ്ട. ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് പോയി രാഹുൽ ഗാന്ധിയോട് പന്ത് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ 2 ശക്തികൾ അദ്ദേഹത്തിനൊപ്പം കൂടും. അതാണ് പിണറായി വിജയനും നരേന്ദ്രമോദി. അത് ഇന്ത്യ സഖ്യവും NDA ഒരുമിച്ച് കൂടുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നത്. അല്ല, ഈ റിപ്പോർട്ടർ ടിവിയുടെ മുതലാളികൾ വിചാരിച്ചപ്പോ ഇന്ത്യ സഖ്യം ഇല്ല. ഇന്ത്യ സഖ്യത്തിൽ ഈ വിഷയത്തിൽ പിണറായി വിജയൻ വേറെയാ. കാരണം രാഹുൽ ഗാന്ധി മെസ്സി ഒരാളായി പോയില്ലേ? ഭാഷ അറിയാലോ അവർക്ക്. അവരെയും മറ്റേ ചൂടുണ്ട്, അവരെങ്കിലും മരുന്നുണ്ട്, വെടിമരുന്നുണ്ട്. ഇയാൾക്ക് ഭാഷ അറിയാം, കാര്യങ്ങൾ അറിയാം, ഇടപെടാൻ അറിയാം. പക്ഷേ ഈ അബ്ദുൾ റഹ്മാനും നരേന്ദ്രമോദിയും ആൻഡോയ്ക്ക് കൂട്ടാം. അപ്പം അബ്ദുൾ റഹ്മാന്റെ വഴി പിണറായി വിജയനും കൂട്ടാം. അപ്പൊ മെസ്സി ഇവര് സാക്ഷികളാവും. നരേന്ദ്രമോദി, പിണറായി വിജയൻ കേസ്. രാഹുൽ ഗാന്ധി മെസ്സിയുടെ പോവാം. രാഹുൽ ഗാന്ധിയുടെ പേരിൽ ചിലപ്പോൾ കേസ് വരാൻ വഴിയുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് റിപ്പോർട്ടർ TV വിചാരിച്ചപ്പം എന്തൊക്കെ രാഷ്ട്രീയ ചലനങ്ങൾ ഇന്ത്യയിൽ ഇത് ഭയങ്കര ചർച്ച ചെയ്യുന്ന പറയുന്നത്. യൂട്യൂബില് റിപ്പോർട്ടർ ടിവിയുടെ മറ്റേ വ്യൂവർഷിപ്പ് എടുത്ത് നോക്കിയപ്പോ അർജന്റീനയിലാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത്. മെസ്സി വരുന്നത് തമാശാല ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇവരുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, മെസ്സി ഇപ്പൊ നോക്ക്, കെബിൻ ഇപ്പൊ ഒരു പരിപാടിക്ക് പോവാം. അപ്പൊ കെബിൻ വരുന്ന പരിപാടിയെ കുറിച്ച് ഒരു പ്രൊമോ ഇറക്കുവാണെങ്കിൽ കെബിന്റെ നാട്ടിൽ വൈറലാവല്ലേ? എന്നാലും ഈ ചെറുക്കൻ കേരളം പോലുള്ള സംസ്ഥാനത്ത്, അതും അമേരിക്കയേക്കാൾ ഡെവലപ്മെന്റ് ഉള്ള പിണറായി വിജയൻ ഭരിക്കുന്ന എന്തൊരു മാറ്റമാണ്. പിന്നെ മറ്റേ ന്യൂയോർക്കിൽ പോയിട്ട് മറ്റേ കസേര ഇട്ടിരുന്ന പിന്നെ തിരുവനന്തപുരത്ത് ആവാഞ്ഞ കാര്യമായി. അല്ലെങ്കിൽ മറ്റേ മേയർ ഊട്ടിയുടെ കൂടെ പടം വന്നേനെ. ഇനിയിപ്പോ വരില്ല. അല്ല, നേരത്തെ ഇതിറങ്ങിയ സമയത്ത് ഇവിടെ പോണ് മെസ്സി. എന്തൊരു ഭാഗ്യമാണോ! ഇന്നലെ അവരോട് ഫുട്ബോളും കളിച്ചാണ്, ഒരു ജോലിക്ക് പോകാതെ ഫുട്ബോളും കളിച്ച് നടന്ന ചെറുക്കൻ കേരളത്തിൽ ഇതാ വലിയ പരിപാടി. അങ്ങനല്ല, മെസ്സി പറയുന്ന കേട്ടില്ലേ, മെസ്സി നമ്മളെ പറ്റിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരിടത്തും കളിക്കാന്ന് വിചാരിക്കണ്ട. അല്ല, ഇത് കണ്ടിട്ടേ റിപ്പോർട്ടർ ടിവിയുടെ വ്യൂവേഴ്സിൽ 50% ഇപ്പൊ അർജന്റീന എന്നുള്ളവരാണ്. മെസ്സി വരുമോ ഇങ്ങോട്ട് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പുള്ളി അവരെ മറ്റേ യൂട്യൂബിൽ റേറ്റിംഗ് ഒന്നാമത്. എല്ലാ മേഖലയിലും അവരൊന്നാണല്ലോ. മാർക്കിൽ എങ്ങനെ എത്തിയെന്ന് നമുക്ക് അറിയത്തില്ല. അവർ പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ യൂട്യൂബിൽ ഒരു ഒന്നിക്കുന്നത് കിട്ടിയത് അർജന്റീന എന്നുള്ള വ്യൂവർഷിപ്പാണ്. മലയാളികളും അർജന്റീനിയൻ വ്യൂവേഴ്സുമാണ് കൂടുതൽ.
അപ്പൊ ഇത് സ്പാനിഷ് ഭാഷയിലൊക്കെ കണ്ട് തർജ്ജമ ചെയ്യുന്നതിനെ പറ്റി ഒരു ആലോചിക്കുന്നുണ്ട് യൂട്യൂബിലൂടെ. ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എന്റെ ബിസിനസ് സാധ്യതകൾ പുള്ളി 35-ാമത്തെ വയസ്സിൽ ഞാൻ ആലോചിക്കുന്നത് 35 വയസ്സിൽ അദ്ദേഹത്തെ പോലും മനുഷ്യൻ വിചാരിച്ചപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഇന്ത്യൻ കായിക ലോക കായിക ഭൂപടത്തിൽ ഒരു നെഹ്റു സ്റ്റേഡിയത്തിന് ഒരു ഇടം ഉണ്ടാക്കി കൊടുത്തില്ല. നീല കളർ പച്ചയോ ഇഴയോ കണ്ടായി. നമുക്ക് ഈ ഉമാ തോമസ് ഒക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒന്നുമില്ലല്ലോ. അവർ രണ്ടാമത്തെ നിലയിൽ മറിഞ്ഞു വീണ് പരിക്ക് പറ്റിയതല്ലേ. അവര് അതിന് കൂടെ വയ്ക്കേണ്ടതല്ലേ. ഒരു മരക്കമ്പ് പറ്റിയെന്നും പറഞ്ഞ് അവർക്ക് ഷിയാസും ഹൈബിയുടനും കൂടെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്ന വേദി അവിടെ ഉണ്ടായിരുന്നു. മറ്റേ കല്ല് ചവിട്ടിട്ട് നടക്കാൻ എന്ന് പറയുന്നത് താറ് ചെയ്യാൻ വേണ്ടിയിട്ടാ കല്ല് നിർത്തിയത്. വല്ലപ്പോഴും പോയി ഇവിടുത്തെ യുവമിഥുനങ്ങൾക്ക് പഞ്ചാര അടിച്ച് പറ്റുന്ന കുറച്ച് മരത്തറകളുണ്ട്. മെസ്സി കേരളത്തിലേക്ക് ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ നമുക്ക് പോയി കാണണം. രാഹുലേട്ടനെ വിളിച്ചു ചോദിക്കാം. രാഹുൽ ഗാന്ധിയെ. പുള്ളി മാത്രമേ ഇപ്പൊ മെസ്സിക്കൊപ്പം ഉള്ളൂ. ബാക്കി എല്ലാവരും എതിരാ. രാഹുലേട്ടന്റെ നിലപാട് പുറത്തു വരട്ടെ. രാഹുലേട്ടൻ പറയട്ടെ. രാഹുലേട്ടൻ മനസ്സ് തുറക്കണം ഈ വിഷയത്തിൽ. കേരള സമൂഹത്തിനൊപ്പം അങ്ങേ ലോക്സഭയിലേക്ക് കഴിഞ്ഞവണ അയച്ചത് ഞങ്ങളാണ്, അങ്ങയുടെ സഹോദരി അയച്ചത് ഞങ്ങളാണ്. അങ്ങ് വാ തുറക്കണം. കേരള സമൂഹത്തിനൊപ്പമാണോ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്പോൺസർക്കൊപ്പമാണോ, അതോ കണ്ട സ്പാനിഷുകാരനായ മെസ്സിക്കൊപ്പമാണോ എന്നുള്ളത്.